ലാമിൻ യമാൽ ഇത്തവണത്തെ മികച്ച യുവതാരത്തിനുള്ള ഗോൾഡൻ ബോയ് അവാർഡൊക്കെ ഏറ്റുവാങ്ങി ലോകോത്തര താരങ്ങൾക്കിടയിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മേഖലയിലും മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു താരം പുതുതായി കളത്തിൽ വന്ന് അപ്രതീക്ഷിതമായ പെർഫോമൻസാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് സ്പെയിനിന് വേണ്ടിയിട്ടാണെങ്കിലും ബാഴ്സലോണയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഒക്കെ അദ്ദേഹം പുറത്തെടുക്കുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി അദ്ദേഹം നടത്തിയ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തോട് അവതാരകർ ചോദിച്ച കുറച്ച് കാര്യങ്ങൾക്ക് അദ്ദേഹം മറുപടി കൊടുത്ത കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. അതായത് അദ്ദേഹത്തോട് ചോദിച്ച ഒരു കാര്യം ഇതാണ് അവതാരകന്, താങ്കൾക്ക് ഏത് താരത്തെയാണ് റെഫറൻസ് ആയിട്ട് പറയാൻ പറ്റുന്നത് എന്നാണ്. അദ്ദേഹത്തിന് റെഫറൻസ് ആയിട്ട് ഏത് താരത്തെയാണ് അദ്ദേഹത്തിന് പറയാൻ കഴിയുക, ഏത് താരമാണ് എന്നുള്ള ചോദ്യമാണ് അദ്ദേഹത്തോട് ചോദിച്ചത്. ഇതിന് മറുപടി ആയിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം 3 താരങ്ങളുടെ പേരാണ്. ഒരുപാട് താരങ്ങളുണ്ട്, അതായത് ഇപ്പോൾ നിലവിലുള്ള കളത്തിലുള്ള അതുപോലെ തന്നെ കളത്തിന് പുറത്തുള്ള ലെജൻഡുകൾ, അങ്ങനെ ഒരുപാട് താരങ്ങൾ പറയാനുണ്ട്. പക്ഷേ എങ്കിലും 3 താരങ്ങളെ മാത്രം പറയുകയാണെങ്കിൽ ലയണൽ മെസ്സി, നെയ്മർ ജൂനിയർ, റൊണാൾഡീനോ പോലുള്ള 3 ആളുകളുടെ പേരാണ് ഞാൻ പറയുക എന്നാണ് യമാൽ പറഞ്ഞത്. റൊണാൾഡീനോ, നെയ്മർ അവരുടെയൊക്കെ ശൈലി, അവരൊക്കെ എപ്പോഴും മത്സരത്തിൽ വ്യത്യസ്തമായ പെർഫോമൻസുകൾ ഓരോ നിമിഷവും കാഴ്ചവെക്കുന്ന ആളുകളാണ്. അവരെയൊക്കെയാണ് ഞാൻ റെഫറൻസ് ആയിട്ട് കാണുന്നത് എന്നാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തോട് ചോദിച്ച മറ്റൊരു ചോദ്യം, ഇനി ആരുടെ കൂടെ കളിക്കാനാണ് ഇനി ആഗ്രഹം എന്നുള്ളൊരു ചോദ്യത്തിനും അദ്ദേഹം ഈ സെയിം മറുപടി തന്നെയാണ് പറഞ്ഞത്. റൊണാൾഡീനോ, നെയ്മർ ജൂനിയർ, ലയണൽ മെസ്സി, ഈ ഒരു 3 താരത്തിൻ്റെ പേരാണ് യമാൽ പറഞ്ഞത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ, നെയ്മർ ജൂനിയറിനെ അദ്ദേഹം ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യണമെന്നുണ്ട് എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ കളി ശൈലി തന്നെ നെയ്മർ ജൂനിയറുമായിട്ടുള്ളൊരു സാമ്യമായിട്ട് നമുക്ക് തോന്നലുണ്ട്. മുന്നേറ്റങ്ങളും ഡ്രിബ്ലിങ്ങും കാര്യങ്ങളൊക്കെ നെയ്മറുമായിട്ടൊരു സാമ്യമുള്ള താരമാണ് യമാൽ. അദ്ദേഹത്തിനിപ്പോൾ നെയ്മർ ജൂനിയറെയും റൊണാൾഡീനോയെയും FC ബാഴ്സലോണയിലെ താരങ്ങളാണ്, മുൻ താരങ്ങളെ തന്നെയാണ് അദ്ദേഹം തിരഞ്ഞെടുത്തിട്ടുള്ളത്. ലയണൽ മെസ്സിയെയും നെയ്മർ ജൂനിയറെയും റൊണാൾഡീനോയെയും ഒക്കെയാണ് അദ്ദേഹം തൻ്റെ റെഫറൻസ് ആയിട്ട് അവതാരകനോട് മറുപടി പറഞ്ഞത്.